ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് പാസ്തയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാസ്ത ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടാനുണ്ട്. മുട്ടയും എല്ലാ വീട്ടിലും ഉണ്ടാകും. 1 കപ്പ് പാസ്ത മതി. നല്ല അടിപൊളി എഗ് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു 3 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ്. അതിലേക്ക് 1.5 ടീസ്പൂണൊക്കെ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാസ്തയാണ് ഇടുന്നത്. ഏത് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് പെന്നെ പാസ്തയാണ്. നമുക്ക് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് വെന്തിട്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു പകുതി, വലിയ തക്കാളി കേട്ടോ, അതുകൊണ്ടാണ് പകുതി എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം, മീഡിയം സൈസ് ആണെങ്കിലും ഒരെണ്ണം ഒക്കെ എടുക്കാം. അതിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇളകി വരും. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. പാസ്ത ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണേ. ഇപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ഇത് പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഞെങ്ങുന്നുണ്ട്. വെന്തങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കട്ട കിട്ടുന്ന പോലെ വരും. ഇതിപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ചതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇൻ കേസ് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, അവിടെ എവിടെയൊക്കെ പറ്റിയിരിക്കാൻ മാത്രമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത്രയും ആയാൽ മതി. നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഓയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം, ബട്ടർ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ കുറച്ച് ബട്ടർ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ മെൽറ്റായി കഴിയുമ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കാം. ഈ സീസണിങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സാധാരണ ഒറിഗാനോ ആയാലും മതി. അത് ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് സമയം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത ഉടനെ തന്നെ ഇളക്കണേ. അത് പെട്ടെന്ന് തന്നെ കളറ് മാറി വരും കേട്ടോ. ഒരുപാടങ്ങ് കരിഞ്ഞു പോരുത്. കളറ് ജസ്റ്റ് ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തണുത്ത പാലാട്ടോ. അത് പാലിൻ്റെ കട്ടയൊക്കെ അതിനകത്തുണ്ട്. നമ്മളെപ്പോഴും പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുമല്ലോ. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ നല്ല തണുത്ത പാൽ ഒഴിക്കുകയാണെങ്കിൽ മൈദ കട്ട കെട്ടിപ്പോകില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കട്ട കെട്ടി പിന്നെ കട്ട ഉടയ്ക്കാനൊക്കെ നിൽക്കേണ്ടി വരും. ഒരു നുള്ളൊക്കെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റിന്. ഇൻ കേസ് ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ചീസ് ഉണ്ടെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് ചീസായാലും കുഴപ്പമില്ല. അതവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ തരിതരി പോലെ ആയിപ്പോവും. അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. അതുകൊണ്ട് ഇത് മതി. ഇനി നമുക്കിത് ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു ബട്ടർ മാത്രം മതി. അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നല്ല പുറം ഭാഗമൊക്കെ നല്ലത് മുരിഞ്ഞ് വരും. ഒരുപാടൊക്കെ മുരിഞ്ഞല്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുക്കാം. കോരി ഇതെടുത്തിട്ടുണ്ട്. നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ മതി. 2-3 പ്രോസസ്സായി ചെയ്യുന്നുണ്ടെങ്കിലും ബട്ടറൊക്കെ കുറേശ്ശെ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലായാലും മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച വെളുത്തുള്ളിയിലെ ക്രഷ് ചെയ്തത് അതിട്ട് കൊടുക്കാം മുഴുവനായിട്ടും. ഒരു നുള്ള് ഒറിഗാനോ സീസണിങ്ങും ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. എത്രയും ചെറുതാക്കാമോ അത്രയും നല്ലതാണ്. ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി വലുതായി പോയിട്ടുണ്ടായിരുന്നു. മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് മുറുക്കില്ലേ, അതുപോലെ ഇട്ടാൽ മതി. അതാണ് നല്ലത്. അതൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഒന്ന് വഴന്ന് വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. ആ സമയത്ത് നമ്മൾ നേരത്തെ തക്കാളിയില്ലേ വേവിച്ച് വെച്ചത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടങ്ങ് അരച്ചെടുക്കാം. വേണമെങ്കിൽ തൊലി കളയണമെന്നുണ്ടെങ്കിൽ തൊലി കളയാം. പക്ഷെ ഞാൻ കളയാറില്ല കേട്ടോ. അങ്ങനെ തന്നെ അരയ്ക്കാറാണ്. സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. അതിപ്പം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി 1 ടേബിൾ സ്പൂണും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് ഇല്ലേ, അത് കുറച്ച് നല്ല തിക്കായിട്ടുണ്ട്. ഇരിക്കും തോറും തിക്കായിട്ട് വരും, കുഴപ്പമില്ല. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഒരു 1/2 കപ്പ് പാല്, പശുപാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, ഒഴിച്ച് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് മതി. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിതിൽ ഉപ്പ് വേണമെന്നുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായി പോയത് കാരണം പാസ്തയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഈ സോസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു 30 സെക്കൻഡ് അടച്ചാൽ മതി, അധിക സമയം വെക്കണ്ട. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സോസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പാസ്തയിലേക്ക് പിടിക്കും. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറിയിട്ട് കൊടുക്കാം. ഒരു നുള്ളൊക്കെ മതിയാകും. ഒരു നുള്ളു ഒറിഗാനോ സീസണും കൂടെ ഇട്ട് നിങ്ങൾ ഇളക്കി ഇങ്ങെടുത്ത നല്ല അടിപൊളി പാസ്ത റെഡി. എളുപ്പമാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ കുറേ സ്റ്റെപ്പുള്ളതുപോലെ തോന്നുമെങ്കിൽ നമ്മൾ ചെയ്യുമ്പം 2 പാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിക്കാനാണെങ്കിൽ അത് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് കുറച്ച് പാല് ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. പാസ്ത എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയായി നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായാലും നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിയാനും ഒക്കെ ഒന്ന് വിതറിയിട്ട് ഒരു മല്ലിയിലയും കൂടി ഒന്ന് നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പാസ്തയാണ്. വീട് മുഴുവനും നല്ല മണമാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ്. മുട്ടയൊക്കെ നല്ല ഫ്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ. പാസ്തയൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വേറെ വേറെ കിടക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചീസൊക്കെ വേണമെങ്കിൽ ഒരു സ്ലൈസും കൂടിയൊക്കെ ഇടാം, പക്ഷെ ഇത് തന്നെ ആയാലും മതി. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.